നമസ്കാരം, എല്ലാവർക്കും ഇൻസൈറ്റ് ലേണിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 എക്കണോമിക്സ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഒരു ചൂസ് ചെയ്യാനൊരു അവസരം കിട്ടും അല്ലേ? അതായത് കുറച്ച് സബ്ജക്റ്റ് പഠിക്കാം, കുറച്ച് സബ്ജക്റ്റ് പഠിക്കേണ്ട എന്നുള്ള അവസരം നമ്മളെ തേടിയെത്തിയില്ല. അപ്പൊ അത്തരത്തില് എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഒപ്പം തന്നെ പൊളിറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ, ഈ 4 വിഷയങ്ങൾ തിരഞ്ഞെടുത്തവരാണ് കൊമേഴ്സ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് തന്നെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, 80 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന വളരെ പ്രാധാന്യമേറിയ ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിനെ പറ്റി പറയുവാണെങ്കിൽ, ഈ വർഷത്തെ എക്കണോമിക്സിനെ പറ്റി പറയുവാണെങ്കിൽ മൊത്തം നമുക്ക് 12 ചാപ്റ്ററുകളാണ് ഉള്ളത്. 12 ചാപ്റ്ററുകളെ നമ്മൾ മൊത്തം 2 ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് മൈക്രോ എക്കണോമിക്സിൽ 6 ചാപ്റ്ററുകളും മാക്രോ എക്കണോമിക്സിൽ 6 ചാപ്റ്ററുകളും. അപ്പൊ എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നതിന് മുമ്പ് ഈ എക്കണോമിക്സ് എന്താണ്, അതിനെപ്പറ്റി കുറച്ച് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് ഉണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ, ഒയിക്കണോമിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്കുണ്ടായത്. ഒയിക്കണോമിയ എന്ന ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ്. അപ്പം ആ വാക്കിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്കുണ്ടായത്. പിന്നീട് പറയുകയാണെങ്കിൽ 1776 എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത്, ആ പേരൊന്ന് ഓർത്ത് വെച്ചോണേ, ആഡം സ്മിത്ത് 1776 അദ്ദേഹത്തിന്റെ ബുക്കായ ആൻ എൻക്വയറി into the nature and causes of wealth of nations. Okay, ആഡം സ്മിത്തിന്റെ ബുക്ക് An Enquiry into the Nature and Causes of Wealth of Nations എന്ന് പറയുന്ന ഈ ബുക്ക് 1776 പബ്ലിഷ് ചെയ്യുന്നിടം വരെ എക്കണോമിക്സ് സോഷ്യൽ സയൻസിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. എന്നാൽ ഈ ബുക്കിന്റെ പബ്ലിക്കേഷന് ശേഷമാണ് എക്കണോമിക്സ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സബ്ജക്റ്റ് ആയിട്ട് മാറിയത്. അപ്പം എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരും ഓർത്ത് വെക്കുക. ഇനി എക്കണോമിക്സിന് അനേകം പേര് പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ആൽഫ്രഡ് മാർഷൽ, അതായത് ഈ പറഞ്ഞ പോലെ ആഡം സ്മിത്ത്, പോൾ എ സാമുവൽസൺ, ലയണൽ റോബിൻസൺ, ഇങ്ങനെ അനേകം പേര് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നതെന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ലയണൽ റോബിൻസന്റെ വളരെ പ്രശസ്തമായ ഒരു ഡെഫിനിഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് പോകുന്നത്. ഞാൻ ആ ഡെഫിനിഷൻ ബോർഡിലേക്ക് എഴുതാം. ഞാനിവിടെ ലയണൽ റോബിൻസിന്റെ ആ ഫേമസ് ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഈ ഡെഫിനേഷൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നിൽക്കുന്നില്ല അല്ലേ? അല്ലെങ്കിൽ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. എന്നാൽ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഈ പറഞ്ഞ റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു പണമായിട്ട് എടുക്കാം. പണത്തെ നമുക്കൊരു റിസോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണത്തെ നമുക്കൊരു വിഭവം അല്ലെങ്കിൽ റിസോഴ്സ് ആയിട്ട് എടുക്കാം. എന്നാൽ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, എന്നാൽ അത് നിറവേറ്റാനുള്ള റിസോഴ്സ് വളരെ പരിമിതമാണ്. അപ്പൊ അവ തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത്രയധികം റിലേഷൻ ഉള്ള അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന മറ്റൊരു സബ്ജക്റ്റ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം വേറൊന്നുമല്ല, ഇപ്പൊ നമ്മുടെ എന്ത് കാര്യം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്താലും അതിനകത്തെല്ലാം നമുക്കൊരു എക്കണോമിക് സെൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കടയിൽ പോയി ഒരു സാധനം, ആ സാധനം എന്ന് പറയുന്നത് ഒരു പേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഒരു കടയിൽ പോയി ഒരു പേസ്റ്റ് മേടിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ ഏത് കടയിൽ പോകണം, ഏത് കമ്പനിയുടെ പേസ്റ്റ് മേടിക്കണം, എത്ര രൂപയുടെ പേസ്റ്റ് ആണ് മേടിക്കേണ്ടത്, ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിച്ചുറപ്പിച്ചിട്ടായിരിക്കും നമ്മൾ കടയിൽ പോകുന്നത് അല്ലേ? അപ്പൊ ഈ ചിന്തകൾക്കെല്ലാം പുറകിലുള്ള ആ റീസൺസ്, അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു കാരണം കാണുമല്ലേ? ആ കാരണങ്ങളെല്ലാം നമ്മൾ ഏത് സബ്ജക്റ്റിൽ പഠിക്കും? എക്കണോമിക്സിൽ പഠിക്കും.
അപ്പൊ അത്രയധികം പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയും താല്പര്യത്തോടെയും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഈ വർഷത്തെ എക്കണോമിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ് നമുക്ക് നോക്കണം. നമുക്കതിലേക്ക് പോകാം. ഞാനിവിടെ എക്കണോമിക്സിന്റെ നമ്മൾ പറഞ്ഞ ഡിവിഷൻസ് രണ്ടും എഴുതിയിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. ഇത് മാത്രമല്ല കേട്ടോ, പിന്നെയും എക്കണോമിക്സിന് ഒരുപാട് ഡിവിഷൻ ഉണ്ട്. ലൈക്ക് ഇന്റർനാഷണൽ എക്കണോമിക്സ്, ഡെവലപ്മെന്റ് എക്കണോമിക്സ്, ഇന്ത്യൻ എക്കണോമി, അങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ വർഷം പഠിക്കാനായിട്ടുള്ളത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും മാത്രമാണ്. നമുക്കിവിടെ കാണാം എന്താണ് മൈക്രോ എക്കണോമിക്സ്. അതാ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് സ്മോൾ ഓർ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഇൻ ആൻ എക്കണോമി. ഒരു എക്കണോമിയിലെ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ യൂണിറ്റുകളെ പറ്റി പഠിക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ചെറിയ യൂണിറ്റ്സ് അല്ലെങ്കിൽ സ്മോൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഞാൻ അതിന്റെ തൊട്ട് താഴത്തെ പോയിന്റ് എഴുതിയിട്ടുണ്ട്. ലൈക്ക് കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാല്ലേ, നമ്മൾ ഉപഭോക്താക്കൾ. പ്രൊഡ്യൂസേഴ്സ്, പിന്നെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പൊ ഇവയെ ഓരോന്നിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ആ ബ്രാഞ്ചിന്റെ പേരാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഓരോ വീടുകളെ എടുത്തു വെച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതിന്റെ അണ്ടറിൽ വരും, മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരും. അല്ലെങ്കിൽ ഓരോ കമ്പനികളെ എടുത്തു വെച്ച് പഠിക്കുകയാണെങ്കിൽ അത് ഏതിന്റെ അണ്ടറിൽ വരും, മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരും. ഇനി എന്താണ് മാക്രോ എക്കണോമിക്സ്? ഇവിടെ ശ്രദ്ധിക്കാം. മാക്രോ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് എക്കണോമി ആസ് എ ഹോൾ. ഒരു സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് എടുത്തു വെച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്താ, ഒരു ഗവൺമെന്റിനെ മുഴുവനായിട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ, ഒരു രാജ്യത്തെ ഗവൺമെന്റിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പറ്റി പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ സെൻട്രൽ ബാങ്കിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഒക്കെ ആ സ്റ്റഡി ഒക്കെ ഏതിന്റെ അണ്ടറിൽ വരും, മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരും. അപ്പോൾ ഓരോ യൂണിറ്റ് ആണെങ്കിൽ മൈക്രോ, മൊത്തത്തിലാണെങ്കിൽ മാക്രോ. ഓക്കെ, ഡിവിഷൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് പോകാം. നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ പാഠമായ എമർജൻസ് ഓഫ് എക്കണോമിക്സിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ഇത് നമ്മൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ദെൻ ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, എത്രത്തോളം അത് ഉൽപ്പാദിപ്പിക്കണം. ദെൻ മൂന്നാമത്തേത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ അത് ഉൽപ്പാദിപ്പിക്കണം. ലൈക്ക് ടെക്നോളജിക്കൽ സൈഡ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണോ അതോ കൂടുതൽ ലേബേഴ്സിനെ ഉപയോഗിച്ചിട്ട് അത് ആ വസ്തു ഉണ്ടാക്കണോ എന്നൊക്കെ ഉള്ളതാണ് ഹൗ ടു പ്രൊഡ്യൂസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ് എന്താണ്, ഫോർ whom ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇത് നാലുമാണ് ഒരു എക്കണോമി നേരിടുന്ന അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ 4 പ്രശ്നങ്ങൾ അങ്ങ് വെറുതെ അങ്ങ് ഉണ്ടാകുവാണോ? അല്ല, അതിന് കുറച്ച് റീസൺസ് ഉണ്ട് അല്ലേ. ആ റീസൺസ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ റീസൺ എന്താണ്, റിസോഴ്സസ് ആർ സ്കേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ നമ്മുടെ കയ്യിൽ വളരെ പരിമിതമാണ് അല്ലേ. ദെൻ രണ്ടാമത്തേത് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിന് ഒരു ഉപയോഗം മാത്രമാണ് ഉള്ളത്. ഈ റിസോഴ്സ് എന്നുള്ളത് നിങ്ങൾ പണമായിട്ട് അങ്ങ് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി, അപ്പൊ എളുപ്പമാണ്. ഈ പണം കൊണ്ട് നമുക്ക് ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ അല്ല, ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ. അതാണ് ഈ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞത്. ദെൻ മൂന്നാമത്തേത് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്തതാണ് അല്ലെ. ദെൻ നാലാമത്തേതോ ഓൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടന്റ്. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പക്ഷേ എല്ലാ ആവശ്യങ്ങളും ഒരേ പ്രാധാന്യമാണോ? അല്ല. അപ്പൊ ഈ 4 റീസൺസ് കൊണ്ടാണ് ഈ 4 പ്രോബ്ലംസ് എക്കണോമിയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ ആദ്യമായിട്ട് പഠിക്കാനുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആണ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്? ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. എക്സാമ്പിളിലേക്ക് വരുന്നതിന് ഒരു ഡെഫിനിഷൻ പറയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡെഫിനിഷൻ പറയാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് that can be produced with the given resource and given level of technology. അതായത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയും റിസോഴ്സസും ഉപയോഗിച്ച് നമ്മൾക്ക് 2 ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആ 2 ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതിന്റെ ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ കോമ്പിനേഷന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് പോസിബിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എ മുതൽ ഇ എന്ന് പറയുന്ന കോമ്പിനേഷൻ വരെ ഉണ്ട്. അതായത് ഗുഡ് 1 ഗുഡ് 2 നമുക്ക് എത്ര തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും?
5 തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് എ എന്ന് പറയുന്ന പോസിബിലിറ്റിയിൽ നമുക്ക് ഗുഡ് 1 ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ ഗുഡ് 2 14 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ബി എന്ന് പറയുന്ന പോസിബിലിറ്റിയിൽ ഗുഡ് 1 1 യൂണിറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, എന്നാൽ ഗുഡ് 2 12 പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറെ പോസിബിലിറ്റീസ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പോസിബിലിറ്റീസിന്റെ കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് വരാം. ഇവിടേക്ക് നമുക്ക് വരുമ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന 5 കോമ്പിനേഷൻസ് അല്ലെങ്കിൽ 5 പോസിബിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ പോസിബിലിറ്റി നോക്കാം. ഗുഡ് 1 0 ആയിരുന്നു ആദ്യം, ഗുഡ് 2 14 ആയിരുന്നു. ദെൻ ഗുഡ് 1 1 ആയപ്പോൾ ഗുഡ് 2 12 ആയി. ഗുഡ് 1 2 ആയപ്പോൾ ഗുഡ് 2 9 ആയി. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഗുഡ് 2 കുറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഗുഡ് 1 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാണാൻ സാധിക്കത്തില്ലേ? അതായത് ഗുഡ് 1 കൂടുന്നുണ്ട്, എന്നാൽ ഗുഡ് 2 കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് ഇൻഫറൻസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും? ഒരു ഗുഡ് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മറ്റൊരു ഗുഡിന്റെ അളവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചേ പറ്റത്തുള്ളൂ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതായത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് of a good that can be sacrificed to produce an additional unit of other good. അതായത് ഒരു ഗുഡ് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഗുഡ് എത്രത്തോളം നമ്മൾ കുറയ്ക്കുന്നു, അപ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന നഷ്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഈ എക്സാമ്പിളിൽ നമുക്ക് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന പോസിബിലിറ്റിയിൽ 0 ആണ്, ഗുഡ് 1 ഗുഡ് 2 14 ആണ് അല്ലെ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ ഒന്നുമില്ല, കാരണം അവിടെ ഒരു ചേഞ്ച് നടക്കുന്നില്ല. ദെൻ ബി എന്ന് പറയുന്ന പോസിബിലിറ്റിയിലേക്ക് വരുമ്പോൾ ഗുഡ് 1 എത്ര ആയി? 1 ആയി. അപ്പോൾ ഗുഡ് 2 14 നിന്ന് 15 ആകുവാണോ ചെയ്തത്? അല്ല, 14 നിന്ന് എത്ര ആയി? 12 ആയിട്ട് കുറയുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ എത്രത്തോളം കുറഞ്ഞു നോക്കിക്കോ. 14 മൈനസ് 12 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടുത്തെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ MOC, അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. MOC എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ MOC എത്രയാണ്? 2 ആണ് അല്ലെ. അതായത് 14 നിന്ന് 12 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. എങ്ങനെയാ കുറയ്ക്കേണ്ടി വന്നത്? അതായത് ഗുഡ് 1 0 നിന്ന് 1 ആയിട്ട് കൂട്ടി, അപ്പോൾ ഗുഡ് 2 നമുക്ക് എത്ര യൂണിറ്റ് കുറയ്ക്കേണ്ടി വന്നു? 2 യൂണിറ്റ് കുറയ്ക്കേണ്ടി വന്നു. ഇനി ഗുഡ് 1 2 യൂണിറ്റ് ആയിട്ട് കൂടി, അപ്പോൾ നമുക്ക് ഗുഡ് 2 എത്ര യൂണിറ്റ് കുറയ്ക്കേണ്ടി വന്നു? നമുക്ക് നോക്കാം. 12 മൈനസ് 9 എത്രയാണ്? 3. അപ്പൊ 3 യൂണിറ്റ് ഗുഡ് 2 കുറച്ചപ്പോഴാണ് നമുക്ക് ഗുഡ് 1 എത്ര വന്നത്? 2 വന്നത്. ഓക്കെ, ഇനി ഗുഡ് 2 9 നിന്ന് 5 പോയാൽ എത്രയാണ്? 4 ആണ് അല്ലെ. നാലാമത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ്? 4 ആണ്. അഞ്ചാമത്തേതോ? 5 മൈനസ് 0 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് അല്ലെ. അപ്പൊ നോക്കിക്കാൻ നമ്മള് ഗുഡ് 2 നമ്മൾ കുറച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഗുഡ് 1ന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ഗുഡിന്റെ അളവ് കൂട്ടാൻ വേണ്ടി മറ്റൊരു ഗുഡിന്റെ അളവ് നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു നഷ്ടത്തെ അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമുക്ക് അടുത്തൊരു കണക്കിലേക്ക് പോകാം. ഓക്കെ, ഞാനിവിടെ അടുത്തൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് കാണാനായിട്ട് സാധിക്കും പോസിബിലിറ്റീസ് ഉണ്ട്. എ മുതൽ ഇ വരെ ഉണ്ട്. ഗുഡ് 1 ഉണ്ട്, ഗുഡ് 2 ഉണ്ട് അല്ലെ. നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കണം? MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. ഇവിടെ നോക്കിക്കാൻ നമുക്ക് ഏത് ഗുഡാണ് കുറയുന്നത്? ഗുഡ് 1 ആണോ ഗുഡ് 2 ആണോ കുറയുന്നത്? നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഗുഡ് 1 കൂടുവാണ്, ഗുഡ് 2 ആണ് കുറയുന്നത് അല്ലെ, ക്വാണ്ടിറ്റി കുറയുന്നത്. അപ്പൊ ഗുഡ് 2ൽ നിന്നാണ് നമ്മൾ ഗുഡ് 2 പരസ്പരം കുറച്ചാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? MOC കണ്ടുപിടിക്കേണ്ടത്. ഓർത്ത് വെച്ചാണ്. അതായത് ഏത് ഗുഡിന്റെ ക്വാണ്ടിറ്റി ആണോ കുറയുന്നത് അതിൽ നിന്നായിരിക്കണം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? MOC കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ അപ്പൊ ഗുഡ് 2 15 ആദ്യം 15 ഗുഡ് 1 0 ആയിരുന്നു. ഇവിടെ MOC ഒന്നുമില്ല. ദെൻ രണ്ടാമത്തേത് ഗുഡ് 2 15ൽ നിന്ന് എത്ര ആയിട്ട് കുറഞ്ഞു? 14 ആയിട്ട് കുറഞ്ഞു. അപ്പം നമ്മളുടെ ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ. ദെൻ 14ൽ നിന്ന് 12 ആയി അല്ലേ. 14ൽ നിന്ന് 12 ആകുമ്പോൾ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ദെൻ 12ൽ നിന്ന് 9 ആയി. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 3 ആണ് അല്ലേ. ദെൻ 9ൽ നിന്ന് 5 ആയി. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ MOC വാല്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏത് ഗുഡിന്റെ ക്വാണ്ടിറ്റി ആണോ കുറയുന്നത് അതിനകത്തുനിന്നായിരിക്കണം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ പോസിബിലിറ്റീസിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനുണ്ട്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിന്റെ ഒരു ഗ്രാഫാണ് നമ്മൾ ഇതിൽ നിന്ന് അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. ആ ഗ്രാഫിന്റെ പേരും ആ ഗ്രാഫ് നമുക്ക് അടുത്തത് നോക്കാം.
നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിന്റെ ഗ്രാഫിലേക്ക് പോകാം. ഗ്രാഫ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഞാനിവിടെ ഗുഡ് 1 എക്സ് ആക്സിൽ കൊടുത്തിട്ടുണ്ട്, ഗുഡ് 2 വൈ ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. ഞാൻ വരച്ച് കാണിക്കാം, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഗുഡ് 1 0 ആയിരുന്നപ്പോൾ ഗുഡ് 2 എത്രയാണ്? 15 ആണല്ലേ. അപ്പം 0 15 ഇവിടെ ഞാൻ ഓൾറെഡി ഒരു പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഗുഡ് 1 1 ഗുഡ് 2 എത്രയായി? 14 ആയി അല്ലേ. അപ്പൊ ഗുഡ് 1 ഗുഡ് 2 എത്രയാണ്? 14 അല്ലേ. ഓക്കെ, സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ആക്യുറേറ്റ് ഫിഗർ കിട്ടാൻ എളുപ്പം. ദെൻ ഗുഡ് 1 2 ആയപ്പോൾ ഗുഡ് 2 എത്രയായി? 12 ആയി അല്ലേ. അപ്പം ഇവിടെ ഗുഡ് 1ന്റെ അവിടെ 2 എടുക്കുക, 2ന്റെ നേരെ ഇവിടെ എത്ര എടുക്കുക? 12 എടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഗുഡ് 1 3 ആയപ്പോൾ ഗുഡ് 2 എത്ര ആവുന്നു? 9 ആയി അല്ലേ. അപ്പം 3ന്റെയും 9ന്റെയും നേരെ ഏകദേശം ഇവിടെ ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഗുഡ് 1 4 ആയപ്പോൾ ഗുഡ് 2 എത്രയായി? 5 ആയി അല്ലേ. അപ്പം 4ന്റെയും 5ന്റെയും നേരെ ഏകദേശം ഇവിടെ ആയിട്ട് വരയ്ക്കുക. ഏറ്റവും അവസാനം ഗുഡ് 1 5 ആയപ്പോൾ ഗുഡ് 2 എത്രയായി? 0 ആയി. അപ്പം ഇവിടെ ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിന്റെ ഗ്രാഫ് കിട്ടും. ഈ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ PPF എന്ന് ഞാൻ കൊടുക്കും. PPF ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് or otherwise called as PPC. അപ്പം പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിന്റെ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC. ഓക്കെ, ഇതായിരിക്കണം, ഇത്രയും ആയിരിക്കും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇത് 3 മാർക്കിനാണ് ചോദിക്കുന്നത്. 3 മാർക്കിന് MOC കണ്ടുപിടിക്കാനും PPC വരയ്ക്കാനുമാണ് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് പൊതുവെ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാനിവിടെ മറ്റൊരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗുഡ് 1 ഗുഡ് 2. ഗുഡ് 1 ആണെങ്കിൽ 0 മുതൽ ഇവിടെ 5 വരെ ആയിട്ട് കൂടുന്നുണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി കൂടുന്നുണ്ട്. ഗുഡ് 2ന്റെ ക്വാണ്ടിറ്റി എന്നാൽ 10 ആയിരുന്നു ആദ്യം, എന്നാൽ അവസാനം വന്നപ്പോൾ എത്ര ആയിട്ട് കുറഞ്ഞു? 0 ആയിട്ട് കുറഞ്ഞു അല്ലേ. 10 ആയിരുന്നു, പിന്നീട് 8 ആയി, ദെൻ 6 ആയി, ദെൻ 4 ആയി, ദെൻ 2 ആയി, ദെൻ 0 ആയി. അപ്പൊ 2 വെച്ചിട്ട് കുറയുന്നു. ഏത് ഗുഡ് 2 കുറയുന്നുണ്ട്. അപ്പൊ അതിന്റെ MOC എല്ലായിടത്തും എത്ര തന്നെയാണ്? 2 തന്നെയാണ് അല്ലേ. സോ നമുക്ക് ഇതിന്റെ ഗ്രാഫിലേക്ക് പോകാം. ഗുഡ് 1 0 ആയപ്പോൾ ഗുഡ് 2 എത്ര ആണ്? 10 ആണ് അല്ലേ. അപ്പം 0 ഇവിടെ 10. ദെൻ ഗുഡ് 1 1 ആയപ്പോൾ ഗുഡ് 2 എത്ര ആയി? 8 ആയി അല്ലേ. അപ്പം 1ന്റെയും ഇവിടെ 8ന്റെ ഇവിടെ വരച്ചു. ദെൻ ഗുഡ് 1 2 ആയപ്പോൾ ഗുഡ് 2 എത്ര ആയി? 6 ആയിട്ട് കുറഞ്ഞു. അപ്പൊ 2 ഇവിടെ 6. ഓക്കെ, ദെൻ ഗുഡ് 1 3 ആയപ്പോൾ ഗുഡ് 2 എത്ര ആയിട്ട് കുറഞ്ഞു? 4 ആയിട്ട് കുറഞ്ഞു അല്ലേ. അപ്പം 3ന്റെയും ഇവിടെ 4ന്റെ നേരെ വരയ്ക്കണം. ദെൻ ഗുഡ് 1 4 ആയപ്പോൾ ഗുഡ് 2 എത്ര ആയിട്ട് കുറഞ്ഞു? 2 ആയിട്ട് കുറഞ്ഞു അല്ലേ. അപ്പൊ 4 ഇവിടെ 2. ഓക്കെ, ദെൻ ഫൈനലി ഗുഡ് 1 5 ആയപ്പോൾ ഗുഡ് 2 എത്ര ആയിട്ട് കുറഞ്ഞു? 0 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ നേരത്ത് ഓക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. ഞാൻ വരച്ചാൽ ഒരു ചെറിയ പിടിവ് പോലെയാണ് ഒരു ചെറിയ വളവ് വന്നത്. ആക്ച്വലായിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റ് ഡൗൺവേർഡ് സ്ലോപ്പ് തന്നെ, ഏകദേശം ഇങ്ങനെ തന്നെ കിട്ടും. ഇവിടെ ഞാൻ വേറൊരു ഇതിലും കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ തന്നെ കിട്ടും. അപ്പം സോ നമുക്കിവിടെ PPC കിട്ടി. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ PPC വരച്ചപ്പോൾ നമുക്ക് ലൈക്ക് ദിസ് ആണ് കിട്ടിയത് അല്ലേ, ഇങ്ങനെയാണ് കിട്ടിയത്. രണ്ടാമത്തെ വരച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. അതിന്റെ ഒരു റീസൺ ഉണ്ട്. അതിന്റെ പിന്നിലുള്ള റീസൺ നമുക്ക് അടുത്തത് നോക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും അവസാനം നോക്കാനുള്ളത് ദ റിലേഷൻ ബിറ്റ്വീൻ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് PPC പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്. ആ ഒരു റിലേഷൻ കൂടെ നമുക്ക് അവസാനമായിട്ട് പഠിക്കാനായിട്ട് ഉള്ളൂ. ഇവിടെ കാണാം MOC ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ PPCയുടെ ഷേപ്പ് എങ്ങനെ വരും? കോൺകേവ് ടു ദ ഒറിജിൻ ആയിരിക്കും നമ്മുടെ PPCയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ. ദെൻ MOC കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതായത് ഒരേപോലെ തന്നെ MOC നിൽക്കുകയാണെങ്കിൽ PPC എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്.
അതായത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും നമ്മുടെ പി പി സിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഈ MOC കുറയുകയാണെങ്കിൽ നമ്മുടെ പി പി സിയുടെ ഷേപ്പ് എന്തായിരിക്കും? ഇതുപോലെ ആയിരിക്കും. ഇതിന്റെ ഈ ഷേപ്പ് എന്താണ്? കോൺവെക്സ് ടു ദ ഒറിജിൻ. ദിസ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ MOC ആൻഡ് PPC. ഇതോടുകൂടി നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ പാഠമായ എമർജൻസ് ഓഫ് എക്കണോമിക്സ് എന്നുള്ള പാഠം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ, കാരണം നമ്മുടെ ഈ ക്ലാസ് കാണുന്ന മെജോറിറ്റി ആൾക്കാരും ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ളവരാണ്. എന്നാൽ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമില്ലാത്തതും നിങ്ങൾക്ക് പരിചയമുള്ളവരുമായ അനേകം സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പം അവർക്ക് കൂടി ഈ ചാനൽ നിർദ്ദേശിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.